ഒരു മണിക്കൂർ ബൈക്ക് റെൻ്റലിന് വെറും 21 രൂപ മാത്രം. അതും മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂരിൽ. ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. വിശേഷങ്ങൾ പങ്കുവെക്കാം. നിങ്ങൾ വാ. ഒരു പകൽ മാത്രമാണ് സമയമുള്ളത്. 3 കാര്യങ്ങൾ തീർക്കാനുണ്ട്. പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിലാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും മലബാറുകാരിൽപ്പെട്ട പല ആളുകൾക്കും ചിലപ്പോൾ പോവേണ്ട ഒരു സ്ഥലമായിരിക്കും മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂർ. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് MCK ടൂറിസ്റ്റിലാണ് പോകുന്നത്. ഒട്ടുമിക്ക സമയങ്ങളിലും ഞാൻ പോകാറുള്ളത് ഈ ഒരു ബസ്സിലാട്ടോ. അങ്ങനെ 11:15 കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ ബസ് വന്നു. ദൂരയാത്ര നമ്മൾ പോകുമ്പോൾ മിക്കവാറും ആളുകൾ സ്ലീപ്പർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ബിസി ഷെഡ്യൂളായിരിക്കും. പലപ്പോഴും നെക്സ്റ്റ് ഡേ പൂർണ്ണ ആരോഗ്യത്തോടെ ക്ഷീണമില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ബസ്സിൽ കയറി നെക്ക് പില്ലോ കണക്ട് ചെയ്ത് നേരെ ഉറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും കൽപ്പറ്റ വിട്ടിട്ടുണ്ടായിരുന്നു ബസ്. വലിയ ശബ്ദത്തോടുകൂടി ഒച്ചപ്പാടുകളൊക്കെ കേട്ടപ്പോഴാണ് മാനന്തവാടി ബസ് എത്തുന്നത് അറിയുന്നത്. അവിടെ വെളിയൂർക്കാവ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ബസ് കുറച്ചു നേരത്തെ വന്നതുകൊണ്ട് ആ സമയം ഓവർകം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ സമയം 12 മണിയാണ്, ഏർലി മോർണിംഗ്. പക്ഷേ വെളിയൂർക്കാവ് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ അറിയാലോ. ഫുൾ ടൈം ആളുകളുള്ള, ഒരുപാട് റൈഡ്സുകളും കാര്യങ്ങളും എല്ലാം ഉള്ള വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിൽ ഒന്നാണ് വെള്ളിയൂർക്കാവ് ഉത്സവം. അവിടെയും കഴിഞ്ഞ് ബസ് നേരെ കുട്ട ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ടൊന്നുറങ്ങി. ഇതാ നേരം വെളുക്കുന്നു. 5:50 ബസ് ബാംഗ്ലൂരിലെത്തി. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം മെജസ്റ്റിക് ബസ് സ്റ്റാൻഡാണ്. ഇതുവഴി തന്നെയാണ് ഈ ബസ്സും പോകുന്നത്. അവിടെ ഇറങ്ങി നേരെ എൻ്റെ കാര്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു ബൈക്ക് എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാംഗ്ലൂരിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മറ്റാരും ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം ചിന്തയിൽ വരിക ഓൺലൈൻ ടാക്സികളായിരിക്കും. അതിന് ക്യാഷ് കൂടുതലാണ്. ഭാഷ, അതുപോലെ എക്സാക്റ്റ് സ്ഥലം, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ബ്ലോക്ക്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുന്നത് പ്രകാരം ഞാൻ ഒരു ബൈക്ക് എടുക്കാൻ പോകുന്നത്. 2 പേരൊക്കെ ആയിട്ട് ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ വരുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും 21 രൂപ എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഹുസ്ലൂരു എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. 30 രൂപയാണ് അവിടത്തേക്ക് ചാർജ് ആകുന്നത്. മെട്രോ ട്രെയിന് വന്നു കഴിഞ്ഞു. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഈ ട്രെയിന് നമുക്ക് ഈ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് കയറേണ്ടത്. ട്രെയിൻ പോകുന്നത് വൈറ്റ് ഫീൽഡിലേക്കാണ്. വൈറ്റ് ഫീൽഡ് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് വരിക. അവിടെ നിന്ന് 4ാമത്തെ സ്റ്റേഷൻ മാത്രമാണ് ഈ ഹുസ്ലൂരു എന്ന് പറയുന്ന സ്റ്റേഷൻ. കയറി ഏകദേശം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ട്രെയിന് ഹുസ്ലൂരിലെത്തും. നമ്മൾ മെട്രോയിലൊക്കെ കയറിയവരാണെങ്കിലും ശ്രദ്ധിക്കുക, ഇത് നമ്മളുടെ ടിക്കറ്റാണ്. ഈ ഒരു ചെറിയ കോയിൻ നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കും. ആ ഒരു സ്റ്റേഷനിലേക്ക് മാത്രമുള്ള ക്യാഷല്ല കളഞ്ഞു പോയാൽ ഈടാക്കുക, പകരം അതിൻ്റെ ഫൈന് കൂടി നമ്മളിൽ നിന്ന് ഈടാക്കും. അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൺഫ്യൂസ്ഡ് ആവാനില്ല. നേരെ റൈറ്റ് സൈഡിലേക്കുള്ള എൻട്രൻസ് എടുത്ത് നമുക്ക് നേരെ മുമ്പ് കാണുന്നതാണ് ഈ പ്രകാശ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ്. പ്രകാശ് സ്ക്വയർ ബിൽഡിങ്ങിൻ്റെ നേരെ മുമ്പിലൂടെ റൈറ്റിലേക്ക് പോകുന്ന ഈ ഗല്ലിയിലാണ് ഈ ഞാൻ പറഞ്ഞ ആ ഒരു ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുള്ളത്. 24 മണിക്കൂർ ഇവർ അവൈലബിൾ ആണ്. നമ്മൾ അവിടെ പോയിട്ട് ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ക്ലോസ്ഡ് ആയിരിക്കും. അവരെ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ അവർ നമ്മളെടുത്ത് വരും. നമുക്കിതാ ഗ്രാബ് ബൈക്സ്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ബൈക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെൻ്റേ ആയിട്ട് എന്തെടുക്കുകയാണെങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഒരു എമൗണ്ട്
നമ്മൾ ഡെപ്പോസിറ്റായി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഡെപ്പോസിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് 20ഓളം ബൈക്കുകളുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത വെൽ വർക്ക്ഡായിട്ടുള്ള ബൈക്കുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അത് ഒരു ഓൺലൈൻ ബുക്കിങ്ങിലൂടെ അവർ തന്നെ നമുക്ക് ചെയ്തു തരും. ഗ്രാബ് എന്ന് പറയുന്ന ഇവരുടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി നമ്മൾ ബുക്ക് ചെയ്യുക. നമ്മളുടെ ലൈസൻസിൻ്റെ ഒരു കോപ്പിയും അതുപോലെ തന്നെ ആധാറിൻ്റെ ഒരു കോപ്പിയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് എടുക്കാം. ഞാൻ ആകെ 150 രൂപക്ക് ആണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്. 5 മണിക്കൂർ ഞാൻ ബൈക്ക് എടുത്തു. എനിക്ക് 121 രൂപ മാത്രമാണ് ആയിട്ടുള്ളത്. എത്ര മണിക്കൂറാണോ നമുക്ക് വേണ്ടത് അത്ര മണിക്കൂർ ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ബായ്.